രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, പൂന്തോട്ടത്തിലെ രാജാവാണ് ബൊഹീനിയ പ്ലാന്റുകൾ. ബൊഹീനിയ കൊക്കീനിയ എന്ന് പറയുന്ന ചെടി പൂന്തോട്ടത്തിലെ രാജാവാണ് എന്ന് പറയുന്നതിന് കാരണം ഈ ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കൾ 2 മാസം വരെ കൊഴിയാതെ നിൽക്കുകയും 6 മാസം വരെ ചെടികളിൽ പൂക്കൾ നിലനിൽക്കുകയും ചെയ്യും. വളരെ മനോഹരമായ പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ചെടിയിൽ 3 കളറിലുള്ള പൂക്കൾ എപ്പോഴും വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. മഞ്ഞ, ചുമപ്പ്, അതുപോലെ തന്നെ ഓറഞ്ച് കളറിലായിട്ടുള്ള പൂക്കൾ ഏത് സമയവും ഇതിൽ ഏകദേശം 6 മാസം വരെ ഇതിൽ പൂക്കൾ വാടാതെ നിൽക്കുന്നുണ്ട്. ഈ ചെടികൾ നട്ടു പരിപാലിക്കാനും നമുക്ക് കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ തോട്ടങ്ങളിലും ഈ ചെടികൾ വളർത്താൻ സാധിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ചെടികൾ വളർത്തുന്നതിന്. നമുക്ക് ഈ ബൊഹീനിയ ചെടികൾക്ക് ഒരുപാട് വളപ്രയോഗമോ അല്ലെങ്കിൽ പരിചരണമോ ഒന്നും ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന വളരെ മനോഹരമായ ഒരു പ്ലാന്റാണ് ബൊഹീനിയ ചെടികൾ. ഒരു ബൊഹീനിയ ചെടി നമുക്ക് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്ത് വെച്ചോ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പൂന്തോട്ടത്തിൻ്റെ പ്രതീതി ഈ ഒരു ചെടി നമുക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ചെടിയുടെ വില ഇപ്പോൾ വളരെയധികം കുറച്ചിരിക്കുന്നു. ഞാൻ ഈ ചെടി വളരെ കാലമായി സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതിൻ്റെ വില കുറഞ്ഞ തൈകളില്ലേ, ഇത്രയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെടികളും അവൈലബിൾ ആണ്. ഞാനതിൻ്റെ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചെടികളുടെ പ്ലാന്റ് സ്വന്തമാക്കാൻ സാധിക്കും. വലിയ ചെടികളും മുമ്പ് കൊടുത്തിരുന്ന അതേപോലെ വലിയ ചെടികളും ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ഈ ചെടികളും നമുക്ക് സെയിലിനുണ്ട്. ഇതാണ് 200 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. മറ്റേ 450 രൂപയാണ് ഇപ്പോൾ കാണുന്ന ചെടിക്ക്. ഇതും വളരെ ഹെൽത്തി ആയ ചെടികളാണ്. 450 രൂപയാണ് ഈ ചെടിക്ക് റേറ്റ് വരുന്നത്. ഇത് നട്ട് 6 മാസം കൊണ്ട് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും. ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരം നമ്മളിപ്പോൾ ചെറിയ ചെടികൾ ഇറക്കിയിട്ടുണ്ട്. 200 രൂപയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഇതേ ചെടികളാണ് 200 രൂപ. നന്നായി വേര് പിടിച്ച് നല്ലപോലെ തളിർപ്പൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ സെയിലിന് ഇറക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വെറും 200 രൂപയ്ക്ക് ഈ ഒരു ചെടി സ്വന്തമാക്കാവുന്നതാണ്. നമ്മൾ ഈ പോട്ടിൽ കാണുന്ന അതേപോലെ തന്നെയാണ് അത് അയച്ചു തരുന്നത്. മണ്ണ് അധികം റിമൂവ് ചെയ്യില്ല. ഇന്ന് എനിക്ക് കുറച്ച് ബൊഹീനിയയുടെ മാത്രം വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴാണ് കുറച്ചധികം, ഒരുപാടൊന്നുമില്ല, എന്നാൽ ഈ കാണുന്ന അത്രയും കലാഞ്ചിയോ ചെടികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല ആരോഗ്യമുള്ള ചെടികളാണ്. നല്ലപോലെ മൊട്ടുണ്ട്. അതുപോലെ തിക്കായിട്ട് വളർന്നിട്ടുള്ള ചെടികളുമാണ്. നല്ല കാണുമ്പോൾ തന്നെ അറിയാം, ഇലകൾക്കൊക്കെ നല്ല പച്ചക്കളർ, നല്ല കട്ടിയുള്ള ഇലകൾ, നിറയെ മൊട്ടുമുണ്ട്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എടുത്ത് കാണിക്കാം കേട്ടോ. നല്ല ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ആ കൂട്ടത്തിൽ തന്നെ ഒരു ജേഡ് വൈനിൻ്റെ റെഡ് അതും കൂടിയുണ്ട്. അത് ഞാൻ മുമ്പ് കാണിച്ച വീഡിയോ ആണ്, എങ്കിലും അതിൻ്റെ ചെടികൾ ഇപ്പം നമുക്ക് സെയിലിനുണ്ട്. അത് 600 രൂപയാണ് ഒരു റെഡ് ജേഡ് വൈനിന്. അതിൻ്റെ പുറകെ കാണാം കേട്ടോ. ഇപ്പം നമുക്ക് കലാഞ്ചിയോ ഒരിക്കൽ നടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തണ്ട് മാഞ്ഞു പോയാലും വീണ്ടും പിറ്റത്തെ വർഷം അത് തളിർത്ത് വരും. കണ്ടോ, നല്ല ആരോഗ്യമുള്ള ചെടിയാട്ടോ. ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. നല്ലപോലെ മൊട്ടുകളും നല്ല വേരൊക്കെ ആയിട്ട് ഒന്നിലധികം സ്റ്റെംസ് ഉണ്ട്. മുളപ്പിച്ചിട്ടുള്ള ചെടിയാണ്. നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല. 150 രൂപയ്ക്ക് അത് ലാഭം തന്നെ ആയിരിക്കും. നല്ല ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ നമ്പർ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം. കഴിയുന്നതും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻബോക്സിലാകുമ്പോൾ അത് കാണാൻ കുറച്ച് താമസമുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ചെടികൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം. 1-2 പേർക്ക് ഞാൻ അടുത്ത ആഴ്ച അയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ജേഡ് വൈനിൻ്റെ പുതിയതല്ല, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ വീഡിയോ എടുത്തതേ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റും ഇപ്പോൾ സെയിലിനുണ്ട്. നല്ല പൂക്കളാണ്, കണ്ടില്ലേ, വലിയ പൂക്കൾ, നിറയെ വിരിഞ്ഞിട്ടില്ല. വിരിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ പകുതിയിലേറെ മൊട്ടാണ് ഉള്ളത്. ഒരു 4-5 അല്ല 8-10 കൊലകളെ മുഴുവനായിട്ട് വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് ഇത് ലെയറിങ്ങിൽ കൂടിയാണ് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. കമ്പൊക്കെ ഒടിച്ച് നട്ട് പിടിപ്പിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ചെടിയാണ്. ഇത് കുറച്ച് റിച്ചാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തോട്ടത്തിലേക്ക് നമുക്ക് ദൂരത്തുനിന്നേ കാണാം ഇതിൻ്റെ ഒരു വർണ്ണം. അത് നമ്മുടെ വീട്ടിൽ ഇത് വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സന്ദർശകരും ഉണ്ടാവും. ഇത് കാണാനും ഇതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ വരും. കാരണം ഇത് അത്രയ്ക്കൊന്നും അങ്ങ് പ്രചാരത്തിലായിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നല്ല ചെടികളാട്ടോ. ഇതിൻ്റെ തൈകൾ ഞാൻ കാണിക്കാം, ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ ഈ 3 ചെടികളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ബൊഹീനിയ ചെടി ഇത്രയും വില കുറഞ്ഞതിന് നിങ്ങൾക്ക് കിട്ടും തോന്നുന്നില്ല. ഇത്രയും നല്ല ചെടികളാണ്, നല്ല ചെടികൾ തന്നെയാണ്. ഇതാണ് ജേഡ് വൈനിൻ്റെ പ്ലാന്റ് സൈസ് കേട്ടോ. 600 രൂപയാണ് ഇതിൻ്റെ.
റേറ്റ് വരുന്നത്. അതുപോലെ കമേലിയ, അസേലിയ, പിന്നെ മാണ്ടിവില്ല, ഈ ചെടികളൊക്കെ സെയിൽ തുടരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ചെടികൾ ഇപ്പോഴും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ.